സോ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഈസി വിന്നിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രൊവിഡന്റ് ഫണ്ട് ആണ്. പ്രൊവിഡന്റ് ഫണ്ടിനെ നമുക്ക് ഷോർട്ടാക്കി PF എന്ന് വിളിക്കാം. അപ്പൊ എങ്ങനെയാണ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് ക്രിയേറ്റ് ആവുന്നത്? ഓക്കെ, പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് ക്രിയേറ്റ് ആവുന്നത് രണ്ട് പേരുടെ കോൺട്രിബ്യൂഷനിലൂടെയാണ്. എംപ്ലോയി ആൻഡ് എംപ്ലോയർ. ഈ പ്രൊവിഡന്റ് ഫണ്ടിന്റെ കാൽക്കുലേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. 3 തിങ്സ്. അതിലെ ഒന്നാണ് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ. രണ്ടാണ് എംപ്ലോയി കോൺട്രിബ്യൂഷൻ. അപ്പോ ഒരു സ്ഥാപനത്തിലെ എംപ്ലോയറും എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഫണ്ടിന്റെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഫണ്ടിന്റെ റിട്ടേൺ എന്ന് പറയുന്നതാണ് ഇൻട്രസ്റ്റ്. എന്താണ്? ഇൻട്രസ്റ്റ്. അപ്പോൾ പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ആരെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട്? എംപ്ലോയറും എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ആ ഫണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് എംപ്ലോയിക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാൽക്കുലേഷന്റെ ഭാഗമായിട്ട് ഓർമ്മിച്ച് വെക്കേണ്ടത്. ജസ്റ്റ് ബേസിക് ആയിട്ട് ഒന്ന് പറഞ്ഞു വെച്ചതാണ്. മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഈ ക്ലാസ് കഴിയുന്നത് വരെ, ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെയധികം നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ, എംപ്ലോയി കോൺട്രിബ്യൂഷൻ, ഇൻട്രസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് പ്രൊവിഡന്റ് ഫണ്ടിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. പ്രൊവിഡന്റ് ഫണ്ട് മെയിൻ ആയിട്ട് 4 ടൈപ്പ് ആണുള്ളത്. ഒന്ന് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ എല്ലാ ജനറൽ പബ്ലിക്കിനും ഈ പ്രൊവിഡന്റ് ഫണ്ടിന്റെ ഭാഗമാവാനായിട്ട് സാധിക്കും. മിനിമം ഡെപ്പോസിറ്റ് ഒരു വർഷം ഇതിലോട്ട് മിനിമം ആയിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് 500 rupees ആണ്. മാക്സിമം 1,50,000 rupees ആണ് നമുക്ക് ഈ ഒരു പ്രൊവിഡന്റ് ഫണ്ടിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റുക. അത് മിനിമം 12 EMI ആയിട്ട് നമ്മൾ അടയ്ക്കുകയും വേണം. ഇതാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാം. ഒരു പബ്ലിക് വെൽഫെയറിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് നിലവിൽ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്. പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1925ന്റെ ബേസിസിലാണ് ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് നിലവിൽ വരുന്നത്. ഇത് മെയിൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. ഇത് മെയിൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952. അതായത് ഇതിനെ ഒന്ന് തിരിച്ചിട്ടാൽ മതി, നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. 1952ന്റെ ബേസിസിലാണ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് നിലവിൽ വന്നിട്ടുള്ളത്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് മെയിൻ ആയിട്ട് യൂണിവേഴ്സിറ്റീസ്, അതുപോലെ തന്നെ ബിസിനസ് സ്ഥാപനങ്ങള്, ഫാക്ടറീസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. റെക്കഗ്നൈസ്ഡ് ആവണം എന്നുണ്ടെങ്കിൽ ആര് അപ്രൂവ് ചെയ്യണം? ഇൻകം ടാക്സ് കമ്മീഷണർ അപ്രൂവ് ചെയ്യണം. ആരാണ്? ഇൻകം ടാക്സ് കമ്മീഷണറാണ് ഇത് അപ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇൻകം ടാക്സ് കമ്മീഷണറാണ് അപ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ 20 എംപ്ലോയീസിന്റെ മുകളിൽ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലോട്ട് അവർക്ക് അവരുടെ എമൗണ്ട് അടയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അവർക്ക് മാത്രമേ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി ഇതൊന്നും അവൈലബിൾ അല്ലാത്ത പ്രൈവറ്റ് സെക്ടറിലുള്ള എംപ്ലോയീസിനുള്ളതാണ് നമ്മുടെ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത്. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആർക്കുള്ളതാണ്? പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസിനുള്ളതാണ്. ഈ പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസിനെ ഇത് അപ്രൂവ് ചെയ്യുന്നത് പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ എന്ന് പറയുന്ന ആളാണ്. പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ എന്ന് പറയുന്ന ആളാണ് ഈ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് അപ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 പ്രൊവിഡന്റ് ഫണ്ടുകളാണ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ട് പഠിക്കാനായിട്ട് ഉള്ളത്. ഇതില് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ക്വസ്റ്റ്യനിൽ വന്നാൽ ഒരു ടെൻഷനും ഇല്ല, അതിനെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട, നെവർ മൈൻഡ്. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ക്വസ്റ്റ്യനിൽ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ തന്നാലും എംപ്ലോയി കോൺട്രിബ്യൂഷൻ തന്നാലും ഇൻട്രസ്റ്റ് തന്നാലും നെവർ മൈൻഡ്. അൺറെക്കഗ്നൈസ്ഡ് തന്നാലും നെവർ മൈൻഡ്. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ, എംപ്ലോയി കോൺട്രിബ്യൂഷൻ, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫ്രം പ്രൊവിഡന്റ് ഫണ്ട്, ഇതൊക്കെയാണ് തരിക. ഇതൊക്കെ നമ്മൾ ഈ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ആയാലും സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ആയാലും അൺറെക്കഗ്നൈസ്ഡ് ആയാലും നമ്മൾ നമ്മുടെ ആൻസറിലോട്ട് എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ റെക്കഗ്നൈസ്ഡ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പ്രശ്നമാണ്. ഇയാളുമായി ബന്ധപ്പെട്ട് എന്തുണ്ട്? കാൽക്കുലേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോ ആരാണ് നമ്മുടെ വില്ലൻ?
വില്ലൻ എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ആരെ ബേസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്? RPF-നെ. നമ്മൾ പറഞ്ഞു മറ്റു പ്രൊവിഡന്റ് ഫണ്ടുകളിലൊന്നും കാൽക്കുലേഷൻ വരുന്നില്ല. ഈ ഒരു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നതിൽ എന്ത് വരുന്നുണ്ട്? കാൽക്കുലേഷൻ വരുന്നുണ്ട്. അപ്പൊ മറ്റു പ്രൊവിഡന്റ് ഫണ്ടുകൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ല, അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല. പക്ഷെ നമുക്ക് എന്തുണ്ട്? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് തന്നു കഴിഞ്ഞാൽ RPF ആണ് ക്വസ്റ്റ്യനിൽ വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേഷൻ ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ആരാണ് പ്രശ്നം? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടീഷൻസ് നോക്കണം. എന്ത് നോക്കണം? കണ്ടീഷൻസ് നോക്കണം. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങൾ ഓർക്കുക. എംപ്ലോയർ, എംപ്ലോയി, ഇങ്ങനെ രണ്ടുപേരല്ലേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? അങ്ങനെയല്ലേ PF ഉണ്ടാകുന്നത്? അപ്പോ എംപ്ലോയി കോൺട്രിബ്യൂഷൻ ക്വസ്റ്റ്യനിൽ തന്നു കഴിഞ്ഞാൽ നെവർ മൈൻഡ്, അത് എടുക്കണ്ട, നമ്മൾ എടുക്കണ്ട. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ തന്നു കഴിഞ്ഞാൽ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ മോർ ദാൻ 12% ഓഫ് ദി സാലറി. അതായത് ഇഫ് സപ്പോസ് എംപ്ലോയർ കോൺട്രിബ്യൂട്ടിംഗ് 40% to the provident fund, employee contributing 40% to the provident fund, ഇത് നമ്മൾ എന്ത് ചെയ്യണ്ട? എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യണം. അപ്പൊ ഇതില് 14%-ല് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ മോർ ദാൻ 12% ഓഫ് ദ സാലറി ഈസ് ടാക്സബിൾ. അപ്പൊ ഈ 14%-ഉം ടാക്സബിൾ ആവുമോ? നോ, 14%-ഉം ടാക്സബിൾ ആവില്ല. 12% വരെ, 12% വരെ എന്താണ്? എക്സംപ്റ്റഡ് ആണ്. 12% വരെ എന്താണ്? എക്സംപ്റ്റഡ് ആണ്. അപ്പൊ ഇതില് എംപ്ലോയർ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യണേ? 14% മൈനസ് 12%, ദാറ്റ് ഈസ് 2% ആയിരിക്കും എന്ത്? ടാക്സബിൾ കോൺട്രിബ്യൂഷൻ ഓഫ് ദി എംപ്ലോയർ. എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷനിലെ ടാക്സബിൾ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് എത്രയാണ്? 2% ആണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാവുന്നു? ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നു. എന്തുണ്ടാവുന്നു? ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നു. ഇൻട്രസ്റ്റ് 9.5% വരെ എന്തല്ല? ടാക്സബിൾ അല്ല. ഇഫ് സപ്പോസ് ഒരു എംപ്ലോയിക്ക് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നും 10% ഇൻട്രസ്റ്റ് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ 9.5% എന്താണ്? എക്സംപ്റ്റഡ് ആണ്. 0.5% ഉള്ള എന്ത്? ടാക്സബിൾ. ഈ കോൺസെപ്റ്റ് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുന്ന വരുന്നു. അതാണ് ഈ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇൻട്രസ്റ്റ് ഓൺ പ്രൊവിഡന്റ് ഫണ്ട് ഇൻ എക്സസ് ഓഫ് 9.5% ആർ ഇൻക്ലൂഡഡ് ഇൻ ദ എംപ്ലോയീസ് ഇൻകം. അപ്പൊ ഈ 9.5% വരെ എന്ത് ചെയ്യില്ല? ഇൻകത്തിലോട്ട് എടുക്കുന്നില്ല. പിന്നെ ഇവിടെ സാലറി എന്ന് പറയുമ്പോൾ സാലറിയുടെ കണ്ടൻസ് HRAയുടെ സാലറി കണ്ടൻസിന്റെ സെയിം ആണ് വരിക. BP പ്ലസ് DP ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും എടുക്കണം. ഇനിയിപ്പോ DA ആണെങ്കിൽ ഇഫ് പാർട്ട് ഓഫ് സാലറി, പ്ലസ് കമ്മീഷനും എന്തുണ്ട്? HRA ഉള്ള അതേപോലെ തന്നെ ഇവിടെ കണ്ടീഷൻ ഉണ്ട്. കമ്മീഷൻ ഇഫ് ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ, ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കണ്ടുള്ളൂ. അപ്പോ BP പ്ലസ് DP ആണ് തന്നില്ലെങ്കിൽ DP എന്തായാലും എടുക്കണം. DA ഇഫ് പാർട്ട് ഓഫ് സാലറി പ്ലസ് കമ്മീഷൻ ഇഫ് ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ. ഇതാണ് ഈ സാലറി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്കൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. മിസ്റ്റർ റാം ഈസ് ആൻ എംപ്ലോയി ഗെറ്റിംഗ് മന്ത്ലി സാലറി ഓഫ് 40,000 പ്ലസ് എ ഡിയർനെസ് പേ 4,000 പെർ മന്ത്. അപ്പോ 40,000 പെർ മന്ത് അയാൾക്ക് സാലറി ആയിട്ട് കിട്ടുന്നു. 4,000 പെർ മന്ത് എന്താണ് കിട്ടുന്നത്? ഡിയർനെസ് പേ. ഷീ കോൺട്രിബ്യൂട്ടഡ്, മിസ് R ആണ് കേട്ടോ. ഷീ കോൺട്രിബ്യൂട്ടഡ് 15% ഓഫ് ഹർ സാലറി ആൻഡ് ഡിയർനെസ് പേ ടു എ പ്രൊവിഡന്റ് ഫണ്ട്. പ്രൊവിഡന്റ് ഫണ്ടിലോട്ട് എന്ത് ചെയ്യുന്നു? 15% ഓഫ് സാലറി ആൻഡ് ഡിയർനെസ് പേ അദ്ദേഹം ഈ മിസ് R കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. വിച്ച് ഹെർ എംപ്ലോയർ കോൺട്രിബ്യൂട്ട്സ് ആൻ ഈക്വൽ എമൗണ്ട്. അപ്പൊ എംപ്ലോയർ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു? 15%. ഇൻട്രസ്റ്റ് ഓൺ ദ പ്രൊവിഡന്റ് ഫണ്ട് ഈസ് ഡിറ്റർമൈൻഡ് അറ്റ് ദ റേറ്റ് ഓഫ് 12% per annum. ഇൻട്രസ്റ്റ് എത്രയാണ്? 12%. സോ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ 15%, ഇൻട്രസ്റ്റ് 12%. ഓക്കെ, വിച്ച്
amounted to ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് 72,000 ഫോർ ദ പ്രീവിയസ് ഇയർ. ഷീ പെയ്ഡ് എ പ്രൊഫഷണൽ ടാക്സ് 2,000 റുപ്പീസ്. അതെന്താന്ന് പറഞ്ഞുതരാം. ഓക്കെ, വാട്ട് വിൽ ബി ഹെർ ടാക്സബിൾ സാലറി? നമ്മളോട് പറഞ്ഞത് ടാക്സബിൾ സാലറി കണ്ടുപിടിക്കാനായിട്ടാണ്. ടാക്സബിൾ സാലറി കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഹെഡിങ് എഴുതി വെക്കണം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ സാലറി ഹെഡിങ് എഴുതി വെക്കണം. ഫോർ ദ അസസ്മെന്റ് ഇയർ 24-25 എഴുതി വെക്കണം. എന്നിട്ട് ഇത് നമ്മളോട് രണ്ട് കേസിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഈ മിസ് ആറിന്റെ പ്രൊവിഡന്റ് ഫണ്ട് റെക്കഗ്നൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അത് കാൽക്കുലേറ്റ് ചെയ്യുക? അൺറെക്കഗ്നൈസ്ഡ് ആണെങ്കിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ആക്ച്വലി റെക്കഗ്നൈസ്ഡിൽ മാത്രമേ RPF-ൽ മാത്രമേ എന്ത് വരുന്നുള്ളൂ? കാൽക്കുലേഷൻ വരുന്നുള്ളൂ. ഞാൻ അതുകൊണ്ട് ആദ്യം അത് ചെയ്യാണ്. ഓക്കെ, റെക്കഗ്നൈസ്ഡിൽ മാത്രമേ കാൽക്കുലേഷൻ വരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ആദ്യം അത് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ കേസ് എടുക്കുന്നു. മിസ് ആറിന് ഒരു പക്ഷേ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സാലറി ഇവിടെ എഴുതുന്നു. എത്രയാണ് അദ്ദേഹത്തിന് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്? 40,000 ഇൻറ്റു 12, ദാറ്റ് ഈസ് 4,80,000. പിന്നെ ഡിയർനെസ് പേ എത്രയാണ്? ഡിയർനെസ് പേ കിട്ടുന്നത് 4,000 ഇൻറ്റു 12, ദാറ്റ് ഈസ് 48,000. ഇനി എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡന്റ് ഫണ്ട് ഇൻ എക്സസ് ഓഫ് 12%. എംപ്ലോയർ ആക്ച്വലി എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? 15%. എക്സംപ്റ്റഡ് എത്രയാണ്? 12% വരെ എക്സംപ്റ്റഡ് ആണ്. അപ്പൊ ഇത് രണ്ട് കുറയ്ക്കുന്ന സമയത്ത് 3% ഓഫ് ദ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എന്തുള്ളൂ? ടാക്സബിൾ ഉള്ളൂ. അപ്പൊ സാലറിയുടെ 3% കണ്ടാൽ മതി. നമ്മൾ ഡയറക്റ്റ് സാലറിയുടെ 3% കണ്ടാൽ മതി. സാലറി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ BP പ്ലസ് DP എടുക്കാം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തെടുത്താൽ പോരെ സാലറി. ഓക്കെ, അപ്പോ 4,80,000 പ്ലസ് 48,000 ഇത് രണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്തെടുക്കാം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 5,28,000 വരും അല്ലെ? 5,28,000 ആണ് ഇതിന്റെ സാലറി വരിക. ഈ സാലറിയുടെ 3% ടാക്സബിൾ ഉള്ളൂ. ഈ സാലറിയുടെ 3% ടാക്സബിൾ ഉള്ളൂ. അപ്പോൾ അത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ സാലറിയിലെ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എഴുതാനായിട്ട് പാടുള്ളൂ. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡന്റ് ഫണ്ട് ഇൻ എക്സസ് ഓഫ് 12% ഓഫ് യുവർ സാലറി ഇൻക്ലൂഡിങ് DP. DP അതിൽ ഇൻക്ലൂഡ് ആവുമെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ 5,28,000 ഇൻറ്റു 3/100 അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു എമൗണ്ട് കിട്ടും. 15,840 എന്ന് പറയുന്ന ഒരു എമൗണ്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇത് കിട്ടിയത് എല്ലാവരും ക്ലിയർ ആണെന്ന് കരുതുന്നു. നമ്മൾ എന്താ ചെയ്തേ? BP പ്ലസ് DP അതിന്റെ 15% ആണ് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. 12% വരെ എന്താണ്? എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ടാക്സബിൾ പോർഷൻ കിട്ടാൻ അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് എക്സംപ്റ്റഡ് കുറച്ച് കഴിഞ്ഞാൽ ടാക്സബിൾ ആയിട്ടുള്ള 3% ആണെന്ന് കിട്ടും. അപ്പൊ എന്തിന്റെ 3% ടാക്സബിൾ? സാലറിന്റെ 3%. ഓക്കെ, അപ്പൊ അത് കിട്ടി. ഈ ഇൻട്രസ്റ്റ് 9.5% വരെ എന്താണ്? എക്സംപ്റ്റഡ് ആണ്. ഇയാൾക്ക് എത്ര പെർസെന്റേജ് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്? 12% ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോ 9.5% വരെ എക്സംപ്റ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ ഈ 12%-ലെ 9.5% എക്സംപ്റ്റഡ് ആണെങ്കിൽ 2.5 ഇതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 12 9.5 കുറച്ച് കഴിഞ്ഞാൽ 2.5% എന്തുള്ളൂ? ഇൻട്രസ്റ്റിന്റെ ടാക്സബിൾ പോർഷൻ ഉള്ളൂ. 2.5% എന്തുള്ളൂ? ഇൻട്രസ്റ്റിന്റെ ടാക്സബിൾ ആയിട്ടുള്ള പോർഷൻ ഉള്ളൂ. അപ്പൊ നമുക്കത് ഒന്ന് സിമ്പിൾ ആയിട്ട് മനസ്സിലാവാനായിട്ട് ഇയാൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 72,000 കണ്ട ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ്. 72,000 ഇൻറ്റു ഈ 12%-നെ നമുക്ക് എന്ത് ചെയ്യാം? 100%-ലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 100/12. ഓക്കെ, 100/12 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 6 lakh എന്ന് കിട്ടും അല്ലെ? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 lakh എന്ന് കിട്ടും. ഇതാണ് 100% ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ടാക്സബിൾ പോർഷൻ എത്രയാ? 2.5%. അപ്പോൾ 6 lakhന്റെ 2.5 എന്ന് പറയുമ്പോൾ എത്ര വരും? 6 lakhന്റെ 2.5% എന്ന് പറയുമ്പോൾ 15,000 വരും. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 6 lakh ഇൻറ്റു 2.5/100 അങ്ങനെ ചെയ്യുന്ന സമയത്ത് 6,000 ഇൻറ്റു 2.5 എന്ന് പറയുമ്പോൾ എത്ര വരും? 15,000 വരും.
കണ്ടോ? അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. ഗ്രോസ് സാലറിയിൽ നിന്ന് നമുക്ക് 3 ഡിഡക്ഷൻ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, അത് 50,000 ആണ്. പിന്നെ എംപ്ലോയ്മെന്റ് ടാക്സ് ഓർ പ്രൊഫഷണൽ ടാക്സ് എംപ്ലോയി പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാം. അപ്പോൾ പ്രൊഫഷണൽ ടാക്സ് എംപ്ലോയി പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാം. ഇവിടെ 2000 പേ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ എന്റർടൈൻമെന്റ് അലവൻസ് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് പറ്റും. പക്ഷേ മിസ് ആർ ഇവിടെ ഗവൺമെന്റ് എംപ്ലോയി ആണെന്ന് പറഞ്ഞിട്ടില്ല, എന്റർടൈൻമെന്റ് അലവൻസിനെ പറ്റി പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 50,000 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്തുകൊണ്ട് അതും കുറയ്ക്കുമ്പോൾ അതും സബ്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് 52,000 ഗ്രോസ് സാലറിന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 5,06,840 എന്ന് പറയുന്ന ടാക്സബിൾ സാലറി കിട്ടി. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റിന്റെ റെക്കഗ്നൈസ്ഡ് പോർഷൻ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വരുന്നു. അൺറെക്കഗ്നൈസ്ഡിൽ എത്തുമ്പോൾ നോക്കി നോക്കൂ, ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടാക്സബിൾ ആയിട്ട് വരുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ നോട്ട് ഇൻക്ലൂഡിബിൾ ഇൻ ദി ഗ്രോസ് സാലറി ബിക്കോസ് ഇറ്റ് ഈസ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട? എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഇതിലോട്ട് കൺസിഡർ ചെയ്യണ്ട. എല്ലാ ക്വസ്റ്റ്യനിലും എംപ്ലോയി കോൺട്രിബ്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഒരു ക്വസ്റ്റ്യനിലും നമ്മൾ എടുക്കുന്നില്ല. പ്രൊവിഡന്റ് ഫണ്ടിന്റെ കേസസിൽ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ആണ്, ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് റെക്കഗ്നൈസ്ഡ് ആണെങ്കിൽ മാത്രമേ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിലിപ്പോൾ അൺറെക്കഗ്നൈസ്ഡ് ആകുമ്പോൾ നമുക്ക് അത് എടുക്കണോ? വേണ്ട, അത് എടുത്തിട്ടില്ല. നോ, അത് എടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുന്നു? സാലറി 40,000 into 12 48,000, ഡിയർനെസ് പേ 4,000 into 12 48,000. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? നമ്മുടെ ഗ്രോസ് സാലറി കിട്ടുന്നു. അത് എത്രയാ? 5,28,000. അതൊന്ന് നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 കുറയ്ക്കുന്നു, പ്രൊഫഷണൽ ടാക്സ് 2,000 കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടാക്സബിൾ സാലറി കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്രൊവിഡന്റ് ഫണ്ടിന്റെ പോർഷൻ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്. ഇതിൽ ആരെയും കൊണ്ടേ പ്രശ്നമുള്ളൂ? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിനെ കൊണ്ട് മാത്രമേ നമുക്ക് പ്രോബ്ലം വരുന്നുള്ളൂ. ബാക്കിയുള്ളതൊന്നും നമുക്ക് എന്ത് വരുന്നില്ല? കാൽക്കുലേഷൻ വരുന്നില്ല. ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഓക്കെ ആണെന്ന് കരുതുന്നു. താങ്ക് യു.